ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ AS കിച്ചൻസ്. ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ലഞ്ച് റെസിപ്പി ആയിട്ടാണ്. ഒരു വെജിറ്റബിൾ ബിരിയാണി. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നമുക്കതെങ്ങനെ വയ്ക്കുക എന്നുള്ളത് നോക്കാം. എനിക്ക് കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാൻ ഒട്ടും താല്പര്യമില്ല. നമുക്ക് ആദ്യം അടുപ്പ് കത്തിക്കാം. അടുപ്പ് കത്തിച്ചതിന് ശേഷം നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് വയ്ക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയിൽ അധികം നല്ലതല്ല. ഓയിൽ ഒഴിച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ഇടാം. ഒരു 2 ഏലക്ക, കുറച്ച് പട്ട, ഗ്രാമ്പൂ അങ്ങനെയൊക്കെ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്ത് ചേർക്കാം. കട്ട് ചെയ്ത് ചേർത്ത് നമുക്കത് പെട്ടെന്ന് വഴണ്ടി കിട്ടണം. സോ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വഴറ്റാം. അത് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നില്ലെന്നുണ്ടെങ്കിൽ ഭംഗി ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു തക്കാളി ചേർക്കാം. തക്കാളിയും ഒരു 2 പച്ചമുളകും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിൻ്റെ നന്നായി വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി ചേർക്കാം. അതായത് ഒരു പൊട്ടാറ്റോ, 2 ക്യാരറ്റ്, കുറച്ച് കോളിഫ്ലവർ, കുറച്ച് ബീൻസ്. ഞാൻ ഗ്രീൻ പീസ് ചേർത്തിട്ടുണ്ട്. അത് ഒന്ന് വേവിക്കാൻ അടുപ്പിൽ കുക്കറിൽ വെച്ചിരിക്കും. അതവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഈ പച്ചക്കറികളൊക്കെ ഒന്ന് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് പൗഡർ വേണം. അതായത് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതൊക്കെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്ന അരിക്കും വെള്ളത്തിനനുസരിച്ചിട്ടുള്ള പൊടികളൊക്കെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് പൊടികൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഇട്ട് പൊടികളൊക്കെ ഒന്ന് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ അരി ഇടാം. ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ബസ്മതി അരിയാണ്. 2.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അരി നമുക്ക് അതിലിട്ട് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനു വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ഒഴിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 ഗ്ലാസ് വെള്ളമാണ്. വെള്ളം ഒഴിച്ച് നമുക്കിതൊക്കെ എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തിളയ്ക്കുന്ന തിയറി എൻ്റെ ഉമ്മ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കത് തിളച്ച് കഴിയുമ്പോൾ മൂടി മാറ്റി വെക്കണം കേട്ടോ. അങ്ങനെ തിളച്ച് മൂടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് വെന്ത് വരുന്നൊരു ഗ്യാപ്പേ വേണ്ടുള്ളൂ. വെന്ത് വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ മേലെ കുറച്ച് സവാള വറുത്തിടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അവിടെ സവാള വറുത്തിട്ടിട്ടില്ല. കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി വെജിറ്റബിൾ ബിരിയാണി തരാം. അതിലേക്ക് കുറച്ച് അച്ചാറും കച്ചമ്പറും പിന്നെ ഞാൻ അവിടെ കോളിഫ്ലവറിൽ കുറച്ച് ബാലൻസ് ഇട്ടായിരുന്നു. ഞാനതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ പരീക്ഷണമാണ്. റെസിപ്പി വേണ്ടവർ കമൻറ്റ് ചെയ്തു. കോളിഫ്ലവറിൻ്റെ പിന്നെ ഭംഗിക്കൊരു കോഴിമുട്ട. സോ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് വിവരം അറിയിക്കുക. ദെൻ ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.